നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു. നല്ല ചെരുപ്പല്ലാഞ്ഞിട്ടാ. ബാറ്റ ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് തെയ്യൂല. അതെ, ഞാൻ നാരായണനാണ്. നത്തന്റെ അച്ഛൻ. അങ്ങനെ ഒരു ആഴ്ച പലിയ കൊള്ളും പന്നി. നത്തന്റെ അച്ഛൻ. നത്തന്റെ അച്ഛൻ. ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കണ്ട. അവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്കും. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയുമോ ചേട്ടാ? എന്നാ തലവത്ത് നിൽക്ക്. ഇരിക്കും. ഞാൻ നിന്നോളാം സാർ. നിൽക്കാനാണെങ്കിൽ പുറത്തു പോയി നിൽക്കാം. എന്നെ കണ്ട് സംസാരിക്കാനാണ് വന്നെങ്കിലും ഇവിടെ ഇരിക്കാം. എന്ത് പ്രാന്തടേ കാണിക്കുന്നേ? എന്താ പറ്റും തുറന്നു പറ. പറയാൻ പാടില്ല, പറഞ്ഞാൽ തല പോവും. എന്നാ പറയണ്ട. ബായി എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച് കാണാമായിരുന്നല്ലോ. പുറത്തു വന്ന് കാണാത്തോണ്ടല്ലേ അകത്തേക്ക് വന്നു. എന്തറിയിക്കണ കാര്യമായി പറയണേ? അല്ല, ഈ ബോട്ടിലും ജെട്ടിയിലും കടത്തിണ്ടയിലും കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം വീടിന്റെ തന്നെ കിടന്നപ്പോ ഉറക്കം വരുന്നില്ല. ഈ പറയുന്ന ആൾ അത്ര കളിയാക്കൊന്നും വേണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഹോട്ടൽ മുറി കിടന്നിട്ട് ശ്വാസം മുട്ടുന്നെന്നും പറഞ്ഞ് എന്നെ അകത്തിട്ട് പൂട്ടിയിട്ട് പീഡിയത്തിനെ പോയി കിടന്ന ആളാ. അതേ നത്തന്റെ അച്ഛൻ. എടാ നത്തേ, നത്തന്റെ അച്ഛൻ. തന്തയ്ക്ക് പറഞ്ഞോടാ. പിന്നെ തന്റെ പേര് പറഞ്ഞാൽ എന്താ പറയും? ഞാൻ ആരാന്നറിയോ? ദൈവമൊന്നുമല്ലോ. കരിമ്പായുടെ ആളാ. ആനയെ പേടിക്കാം, ആന പിണ്ടത്തെ പേടിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ എടുത്തോളാം. എടുക്കണ്ട, ഞാൻ നടന്നോളാം. കരിമ്പായി അന്വേഷിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് വാ, അപ്പൊ ഞാൻ കണ്ടോളാം. നീ എന്തോടെയായി കാണിച്ചത്? പിന്നെ എല്ലാത്തിനും മര്യാദ. നിന്നെ ഞാൻ എടുത്തോളാം. ഞാനിപ്പോ എന്താ ചെയ്യാ? നീ പോയി തൂങ്ങിച്ചാവൂ. നമുക്ക് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് പറയും. ഒരു വഴിയുണ്ട്. ഇത്തിരി വിഷം മേടിച്ച് നിന്ന് മരിക്കാം. അതൊരു വഴിയാണ്.